നല്ല ചൂടാണ്, ചുട്ട് പഴുത്തിരിക്കുകയാണ് ഗൈസ്. കണ്ട 5.1 ഓം തിയേറ്ററാണ് കേട്ടോ. നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഇന്നും വന്നിരിക്കുകയാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് നല്ല വെയിലാണ്, എന്തോ ഇരിക്കുന്നുണ്ടല്ലോ. ഇന്നും ഓം തിയേറ്ററാണ് ഗൈസ്. ഇത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹോം തിയേറ്റർ വേസ്റ്റ് ഇത് കളഞ്ഞിട്ടെന്ന് എനിക്കാ തോന്നുന്നു. സബ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. പൊട്ടിപ്പൊളിഞ്ഞ് മൊത്തത്തിൽ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് ഫുള്ള് നന്നാക്കി എടുക്കാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല, പക്ഷേ അതിൻ്റെ ഐറ്റംസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. നല്ല ക്ലീൻ ബോർഡാട്ടോ. വേദനയാണ് അതിൻ്റെ ഉള്ളിൽ റിമോട്ട് ഇട്ടിരിക്കണം. കണ്ടോ സബ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ പൊളിയല്ലേ. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ബോർഡ് വരുന്നത് കേട്ടോ, ഫ്രണ്ടിലെ ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാനായിട്ട്. ഗൈസ് ഇതിൻ്റെ ഇതൊക്കെ ബോർഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 5.1 മോഡലാണ് ഇട്ടേക്കണത്. ഇതുപോലെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്റ്റേണലായിട്ട് ഇൻപുട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗം ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്സിലേക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ച് ഇൻപുട്ട് കൊടുക്കുകയാണ്, എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ സ്പീക്കറിൻ്റെ സെക്ഷനും വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 5.1 പ്രൊലോജിക് സോഴ്സ് ഓക്സ്. നമുക്ക് അടുത്ത സെക്ഷൻ വർക്കിംഗ് ആണ് നോക്കട്ടെ. DVD ഇൻപുട്ടിലൊന്ന് കൊടുത്തു നോക്കാം. DVD ഇൻപുട്ടും വർക്കിംഗ് ആണ് ഗൈസ്. പക്ഷേ DVD ഇൻപുട്ടിൽ സബ് കുത്തണമെങ്കിൽ ഇത്രയും പിന്നുകൾ കണക്ട് ചെയ്യണം. അവിടെ നമുക്ക് പറ്റൂല കേട്ടോ. അവിടെ ആ 2 പിന്നുള്ളൂ. അപ്പം നല്ല സൗണ്ടും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സബ് നമ്മൾ വേറൊരു ബോക്സിലേക്ക് മാറ്റി കിടക്കാനാക്കിയിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.